ഷാർജയിലെ അതുല്യയുടെ ദുരൂഹ മരണത്തിൽ ഭർത്താവ് സതീഷിന്റെ മുൻകൂർ ജാമ്യം കൊല്ലം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി റദ്ദാക്കി. മുൻകൂർ ജാമ്യം റദ്ദാക്കിയതിന്റെ വിശദ വിവരങ്ങൾ മനോജ് നൽകും. മനോജ്, എന്താണ് സംഭവിച്ചത്? ഷാർജയിലെ അതുല്യയുടെ മരണവുമായി ബന്ധപ്പെട്ട് ഭർത്താവ് ആയിട്ടുള്ള സതീഷിന്റെ മുൻകൂർ ജാമ്യമാണ് റദ്ദാക്കിയിട്ടുള്ളത്. ഈ കൊലപാതകത്തിന് പ്രഥമ ദൃഷ്ടിയ തെളിവില്ലെന്നാണ് കോടതി കണ്ടെത്തിയിട്ടുള്ളത്. അതായത് കൊലപാതകം എന്നുള്ള ആരോപണമായിരുന്നു ഈ അതുല്യയുടെ കുടുംബത്തിന്റെ ഭാഗത്തുനിന്നും അതിന്റെ തെളിവുകളടക്കം, അതായത് അതുല്യയെ സതീഷ് ഉപദ്രവിക്കുന്ന വീഡിയോ ദൃശ്യങ്ങളടക്കം പോലീസിന് കൈമാറിയിരുന്നു. ഈ എഫ്ഐആറിൽ ചേർത്ത കൊലപാതക വകുപ്പുകൾ നിലനിൽക്കില്ല എന്നുള്ളതാണ് കോടതി കണ്ടെത്തിയിട്ടുള്ളത്. അതായത് ഈ അതുല്യ ആത്മഹത്യ ചെയ്തു എന്നുള്ളതാണ് നിഗമനം. ഈ ആത്മഹത്യ പ്രേരണയ്ക്കുള്ള വകുപ്പുകൾ ഈ പ്രോസിക്യൂഷൻ ചേർക്കാത്തതിൽ കോടതിയുടെ ഭാഗത്തു നിന്നും നിരാശ പ്രകടിപ്പിക്കുകയുണ്ടായി. ഈ മരണം കൊലപാതകമെന്ന് ചൂണ്ടിക്കാട്ടി ചവറ തെക്കുംഭാഗം പോലീസിലാണ് പരാതി നൽകിയിരുന്നത് ഈ അതുല്യയുടെ കുടുംബം. ഇതുമായി ബന്ധപ്പെട്ട് തെക്കുംഭാഗം പോലീസ് കേസെടുത്തിരുന്നു. പിന്നീടാണ് ഇത് കൊല്ലം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി തള്ളുന്നത്. നേരത്തെ തന്നെ മുൻകൂർ ജാമ്യം ഈ സതീഷ് എടുത്തിരുന്നു നാട്ടിലേക്ക്, അതായത് ഷാർജയിൽ നിന്നും സതീഷ് നാട്ടിലേക്ക് വന്നപ്പോൾ തന്നെ ജാമ്യം എടുത്തുകൊണ്ട് പിന്നീട് നാട്ടിലുണ്ടായിരുന്നു. എന്തായാലും മുൻകൂർ ജാമ്യം റദ്ദാക്കിയതോടുകൂടി തന്നെ ഈ പ്രതി സതീഷ് ക്രൈംബ്രാഞ്ച് ഓഫീസിൽ ഹാജരായിട്ടുണ്ട്. നേരത്തെ സതീഷിനെ ഈ ക്രൈംബ്രാഞ്ച് അറസ്റ്റ് ചെയ്തിരുന്നെങ്കിലും, അതായത് നാട്ടിലേക്ക് വന്ന ആ ദിവസം തന്നെ പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്തിയാണ് പിന്നീട് ജാമ്യത്തിൽ വിട്ടയച്ചത്. എന്തായാലും ഇപ്പോൾ വീണ്ടും സതീഷ് ക്രൈംബ്രാഞ്ച് ഓഫീസിൽ ഹാജരായിട്ടുണ്ട്. ഓക്കെ.